കൊന്നിച്ചുവ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ എപ്പിസോഡ് 4 ആണ്. ഐ എം റിയലി സോറി ഗൈസ്, ഇന്നലെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നു. പക്ഷേ സീനൊന്നുമില്ല, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. സോ അതൊക്കെ മിസ്സായിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അതേപോലെ തന്നെ സോളോ ലെവലിംഗ് റാഗ്നറോക്ക് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടോ എന്തായാലും താഴെ കമന്റ് ചെയ്ത് പറയാനും മറക്കണ്ട. നമ്മുടെ ചാപ്റ്റർ തുടങ്ങാൻ നിർത്ത് ആ പൊസസ് ചെയ്യപ്പെട്ട ആ ഒരു ഹണ്ടറില്ലേ, അവൻ്റെ മനസ്സിൽ ഒരു കമാൻഡ് ഇങ്ങനെ വരുന്നുണ്ട്: കൊല്ലണം, എല്ലാവരെയും കൊല്ലണം. മോണാർക്ക് ഓഫ് ദി ഫാങ്സിൻ്റെ ഡൊമിനിയൽ കാലുകുത്തിയ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലണം. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ വന്ന എല്ലാ ഹണ്ടേഴ്സിനെയും അവൻ ഓടി നടന്ന് വെട്ടി കഷ്ണങ്ങളാക്കി കൊല്ലുവാണ്, ഒരു മൃഗത്തിനെ പോലെ. ഈ സമയത്ത് ബാക്കിയുള്ള മൈനിങ് ടീമിലുള്ളവരുണ്ടല്ലോ, അവർ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. കാര്യം അവർ നോക്കാൻ നിർത്ത് സൂഹോൻ്റെ ഷാഡോ സോൾജേഴ്സാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ആ ഒരു സാറ് പറയുന്നുണ്ട്, ഞാൻ കേട്ടത് എല്ലാവർക്കും മാക്സിമം 2 എണ്ണമൊക്കെ സമൺ ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇവിടെ ഇവൻ 3 എണ്ണം സമൺ ചെയ്ത്, അതിലുപരി അവൻ്റെ കൂടെ ഒരു ഗോസ്റ്റും ഉണ്ട്. സൂഹോൻ്റെ പവേഴ്സ് അത് കുറച്ച് അബ്നോർമൽ അല്ലേ, അതോ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നുന്നത്? എനിക്ക് 3 പേരെ ഒറ്റയടിക്ക് സമൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവന്മാരൊക്കെ എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ കോപ്സ് ആവശ്യമുണ്ട്. പക്ഷേ സീനില്ല. എന്തായാലും ഷാഡോ ഡേഞ്ചറിലുള്ള ഗോബ്ലിൻസ് ഉള്ള അത്രയും കാലം എനിക്ക് വലിയ കുഴപ്പമില്ല. എന്തായാലും അവന് കുറ്റമൊന്നും പറയാതെ ലേബർ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ബെറു, നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ, ഈ പവർ അത്യാവശ്യം നല്ലതാണ്. യങ്ലോഡ് എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ ഇങ്ങനെ മാത്രം കാണല്ലേ? അല്ലേ യങ്ലോഡ്, ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ എവിടേക്ക് വന്നത് ലെവലപ്പ് ആകാനല്ലേ? എടാ, ഞാൻ കേട്ടത് ഈ റാങ്ക് ഹണ്ടേഴ്സിനൊന്നും അത്ര പെട്ടെന്ന് ഡഞ്ചിലേക്ക് ഒറ്റയ്ക്ക് കയറാൻ സാധിക്കത്തില്ല. സോ ഇവിടെ നിന്ന് പണിയെടുത്ത് കഴിഞ്ഞ് മാനൊക്കെ ഒന്ന് അപ്പായി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു ഡഞ്ചിൽ കയറാൻ സാധിക്കുമല്ലോ. പക്ഷേ അതിനു മുമ്പ് 3ാമത്തെ കാര്യം ഓർമ്മയുണ്ടോ? നിന്റെ പവേഴ്സ് റിഗെയിൻ ചെയ്യേണ്ടത്. അതുണ്ടെങ്കിൽ അത് നീ മെയിനായിട്ട് നോക്ക്. ഇവിടെ എന്തായാലും ചെറിയ ചില മാന ക്രിസ്റ്റൽസ് ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. സോ നീ അത് കഴിച്ച് കഴിഞ്ഞാൽ നിനക്ക് റിക്കവർ ആകാൻ സാധിക്കുമല്ലോ. എന്തായാലും നിനക്ക് മൈനിങ് സഹായിക്കാൻ സാധിക്കില്ല. സോ നീ ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. പക്ഷെ പെട്ടെന്ന് വേറെ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവന് അതൊരു സെൻസ് ചെയ്യാൻ സാധിച്ചത്. യങ്മോണാർച്ച്, ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഇനി എന്താ? എനിക്കൊരു മൊണാർക്കിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആര്? എൻ്റെ അച്ഛനാണോ? അല്ലല്ല, താങ്കളുടെ അച്ഛൻ മാത്രമല്ല, മറ്റു കുറച്ച് മൊണാർക്സും ഉണ്ട്. പക്ഷേ ഈ മണം കേട്ടിട്ട് പ്രോബബ്ലി അത് തന്നെയായിരിക്കും. പക്ഷേ ഈ സമയത്താണ് ബാക്കിയുള്ളവർ ഞെട്ടിപ്പോയത്. കാര്യം ഇരുട്ടിൽ നിന്ന് 3 കണ്ണുകൾ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് മോൺസ്റ്റേഴ്സ് ആയിരുന്നു. അവർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരെ കാണാതെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ജീവനും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ഒരുത്തൻ പെട്ടുപോകും. അവൻ്റെ കയ്യിലുണ്ട പിക്കാക്സ് കൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വരില്ലേ. പക്ഷേ ആ ഒരു മോൺസ്റ്റർ ആ ഒരു പിക്കാക്സൊക്കെ കടിച്ച് അത് പൊട്ടിച്ചു കളയാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ അവന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പക്ഷേ അടുത്ത സെക്കൻഡിൽ മരണം തൊട്ട് മുമ്പ് കണ്ടപ്പോൾ സൂഹോ അവിടേക്ക് വന്ന് ആ ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്തിട്ട് അവനോട് പറയുന്നുണ്ട്, ഓടിപ്പോകാൻ നോക്ക്, ഞാൻ കുറച്ച് സമയം എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താം. അങ്ങനെ അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. സൂഹോ പറയുന്നുണ്ട്, അവന്മാരുടെ പേര് ഓറഞ്ച് കളറിലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് അവന്മാരെ ഡിഫീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു D റാങ്ക് ലെവലായിരിക്കും അവന്മാർക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഞാൻ ഒറ്റക്കാണെങ്കിൽ എനിക്ക് സിമ്പിളാണ്. പക്ഷേ ഇവനുള്ളത്രയും കാലം നിനക്ക് ഓടിപ്പോകാവുന്നേ ഉള്ളൂ കേട്ടോ. സോ നീ ബാക്കിയുള്ളവരെ സഹായിച്ചു, അതുകൊണ്ട് ഇത്തവണ ഞാൻ ഓടിപ്പോത്തില്ല, ഞാനും നിൻ്റെ കൂടെ തന്നെ കാണും. അങ്ങനെയാണോ? എങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരാടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്തേക്ക്. ഗോബ്ലിൻസ്, തൽക്കാലം നിങ്ങളവരെ പ്രൊട്ടക്ട് ചെയ്തോ. അത് കഴിയുമ്പോൾ സുഹോ ഇൻവെൻട്രിയിൽ നിന്ന് ഒരു ഗോബിളിൻ്റെ ഒരു വെപ്പൺ എടുക്കുന്നുണ്ട്. ഇതെന്തുവാണ്? അവന് വെപ്പൺസ് സമൺ ചെയ്യാൻ സാധിക്കുമോ? ഇവന് എത്ര സമണിങ് സ്കില്ലുണ്ട്? അടുത്ത സെക്കൻഡിൽ തന്നെ സുഹോ ആ മോൺസ്റ്റേഴ്സിനെ നേരെ ചാടി ചെന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മോൺസ്റ്ററിൻ്റെ വായിലേക്ക് അവൻ ആ വെപ്പൺ കുത്തിയിറക്കി അതിനെപ്പോഴൊന്ന് 2 കളയുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. ഷാഡോ സോൾജേഴ്സിനൊക്കെ ഒരു പ്രൗഡ് മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ സുഹോ എറൈസ് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ അപ്രത്യക്ഷനായിട്ട് പുതിയൊരു ഷാഡോ വരുവാണ്. എന്നിട്ട് ആ ഒരു ഷാഡോ നമ്മുടെ സൂഹം കൂടെ ആ 2 മോൺസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യും. എക്സ്ട്രാക്ട് ചെയ്യുന്നതും സമൺ ചെയ്യുന്നതും എൻ്റെ മാനെ യൂസ് ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഇവന്മാരുടെ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് എങ്ങനെ പോലും നന്നാവും. എനിക്കൊരു പുതിയ ആർമി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരാളെ കൂടെ കൂട്ടാന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മോൺസ്റ്ററിനെ അവൻ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെ അവൻ്റെ എറേസ് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഗോബ്ലിനും അവിടുന്ന് അപ്രത്യക്ഷനാകുവാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മനസ്സിലായി, എൻ്റെ സമയം അടുത്തു. അങ്ങനെ അടുത്ത സെക്കൻഡിൽ തന്നെ ആ 3ാമത്തെ മോൺസ്റ്ററിനെ നമ്മുടെ സുഹോ എറേസ് ചെയ്യുന്നുണ്ട്. സുഹോ, എനിക്ക് ഉറപ്പാണ് നിന്റെ ഫിസിക്കൽ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് ഈ റാങ്കിൻ്റെ അല്ല, അതിലുപരി നിനക്ക് മരണത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കോപ്പ്, ഞാൻ ഇവിടുന്നുള്ള കാര്യമേ മറന്നുപോയി. എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ഈ റാങ്ക് തന്നെയാണ്. ഇവൻ പറഞ്ഞു കേട്ടൊരു കള്ളവഴെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു ഫാൾസ് റാങ്ക് ആയിക്കൂടെ. ഈ സമയത്താണ് മറ്റൊരു നോട്ടിഫിക്കേഷൻ അവൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത്. അത് ഡിഫീറ്റ് ദ എനിമി എന്നായിരുന്നു. ഈ സമയത്ത് അവൻ തിരിഞ്ഞ് ആ ഒരു ഗുഹയിലേക്ക് നോക്കുന്നുണ്ട്. സോ അതിനർത്ഥം ഇനി ഒരു എനിമിയും കൂടെ ഉണ്ടെന്നാണ്. പെട്ടെന്നായിരുന്നു അതിൻ്റെ അന്ന് ഒരാൾ നടന്നു വരുന്നത്. ഇവനെ കാണാൻ നേരത്തെ തന്നെ അത് ആ സ്ക്വാഡിലെ ഒരാളാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് ആ ഒരു സാർ ഫ്രണ്ടിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, നീയൊക്കെ എന്തുകൊണ്ട് ചെയ്യുന്നത്? ഞങ്ങൾ ജസ്റ്റ് മിസ്സിലാണ് രക്ഷപ്പെട്ടത്. നിങ്ങളുടെ ജോലിയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ ഞങ്ങൾ എന്നെ അടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് അടുത്ത സെക്കൻഡിൽ തന്നെ
അവനെ ആ ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹണ്ടർ അറ്റാക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് സുഹോ അവനെ വലിച്ച് ബാക്കിലേക്ക് എടുത്ത് എറിയുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ വോൾ സ്ക്വാഡിനോട് അവനെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ആ ഒരു സാറിനെ പോയിക്കൊണ്ട് സുഹോ നടക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കോപ്പ് അടുത്ത ഇൻസൈനുള്ള ഹണ്ടർ ആണല്ലോ, ഇതെന്ത് കോപ്പാണ്, വല്ല ട്രെൻഡാണോ ഈ ഹണ്ടേഴ്സ് മോൺസ്റ്റേഴ്സ് ആയി മാറുന്നത്? ഈ സമയത്താണ് അവൻ ആ പേര് ശ്രദ്ധിക്കുന്നത്. അവൻ്റെ പേര് റെഡ് കളറിലാണ് എഴുതിയിട്ടുള്ളത്. അവന് മനസ്സിലായി ഇത് ഒട്ടും നിസ്സാരമല്ല. കാര്യം വളരെയധികം ഡേഞ്ചറസ് ആയുള്ള എനിമീസിൻ്റെ തലയുടെ ഫ്രണ്ടിലാണ് ഈ റെഡ് കളർ ഉള്ളത്. അവനങ്ങനെ ഒരു സൈഡിൽ കൊണ്ടുവച്ചിട്ട് ബെറുവിനോട് ചോദിക്കുന്നുണ്ട്, ബെറു നീ പറയുന്നത് നിനക്കൊരു മൊണാർക്കിനെ സെൻസ് ചെയ്യാൻ സാധിച്ചെന്നാണ്, സോ അതും ഒരു മൊണാർക്കാണെന്നാണ് നീ പറയുന്നത്? ഏയ് ഒരിക്കലുമല്ല, അവൻ്റെ ഓറ ഏകദേശം എനിക്ക് ഇവിടുന്ന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവനൊന്നും ഒരു മൊണാർക്കേ അല്ല, അതിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല താങ്കൾ ഇത് എന്ത് ചെയ്യാൻ പോവാണ്? സിസ്റ്റത്തിന് ഒരു പർപ്പസ് ഉണ്ട്, അതിനെ സേഫ് ആയിട്ട് വെക്കുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് പർപ്പസ്. പക്ഷേ എങ്കിലും ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ്. സോ എനിക്ക് സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ പാരൻസിനെ കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു മോൺസ്റ്റർ നമ്മുടെ സൂഹോൻ്റെ സോൾജേഴ്സിനെ എല്ലാവരും ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ സ്ട്രോങ്ങറായിട്ട് മാറണം. അതിനായിട്ട് ഈ ചുമല പേരുള്ള ഇവനെ ഞാൻ എത്രയും പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്ട്രോങ്ങറായി മാറാൻ പോകുവാണ്. യങ്ലോഡ് അവൻ്റെ സോഡ് ശ്രദ്ധിച്ചോ, അതാണ് അവനെ പൊസസ് ചെയ്യുന്നത്. അതിനർത്ഥം ആ കൈ വെട്ടി കളഞ്ഞാൽ പിന്നെ അവന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ എങ്കിൽ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു ഹണ്ടറിൻ്റെ പുറകിലേക്ക് ഒരു ഷാഡോ വരുന്നുണ്ട്. എന്നിട്ട് സുഹോൻ്റെ 3 സോൾജേഴ്സും കൂടെ അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ സമയത്ത് സുഹോ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് മാന യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും ഇവന്മാരെ യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് ബേസിക് ആയുള്ള ഷാഡോ സോൾജേഴ്സിൻ്റെ പവർ. താങ്കൾക്ക് എത്രത്തോളം മാന ഉണ്ടോ അത്രത്തോളം ഇവന്മാർക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഷാഡോ സോൾജേഴ്സിൻ്റെ പവർ? ഈ സെക്കൻഡിൽ തന്നെ അവൻ ആ സോൾജേഴ്സിനെ എല്ലാം കൊന്നിരുന്നു. സോ ഈ സോൾജേഴ്സിൻ്റെ കാര്യം തന്നെയല്ലേ നീ പറഞ്ഞത്? അത് താങ്കളുടെ മാന ഇത്രയും കുറവാണ്, താങ്കൾ ഒട്ടും ലെവലപ്പ് അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് സുഹോ ഞെട്ടിപ്പോവും. കാര്യം ആ ഒരു ഹണ്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്നെപ്പോലെ ഒരുത്തിന് എങ്ങനെയാടാ ഷാഡോ മൊണാർക്കിൻ്റെ പവർ യൂസ് ചെയ്യുന്നത്? ഇത് കേൾക്കാൻ അർത്ഥം ഞെട്ടിപ്പോവും. നമ്മുടെ ബെറുമായിട്ട് കിടന്ന് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ സംസാരം കേട്ടിട്ടാണ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഷാഡോ മൊണാർക്കിൻ്റെ ബ്ലഡ് ലൈനെ കുറിച്ചാണോ നീ ഇങ്ങനെ പറയുന്നത്? ഷാഡോ മൊണാർക്കിൻ്റെ ബ്ലഡ് ലൈനോ? അതിനർത്ഥം നീയൊക്കെ എൻ്റെ എനിമി അല്ലെന്ന് പറയാൻ നേരത്തെ തന്നെ സുഹോ ഒരു അറ്റാക്ക് അവൻ്റെ നേരെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അറ്റാക്ക് അവൻ സക്സസ്ഫുള്ളി ബ്ലോക്കും ചെയ്യും. ഈ സമയത്ത് സുഹോ പറയുന്നുണ്ട്, നമുക്ക് മിണ്ടാതിരുന്ന് ബാക്കിയുള്ള പരിപാടി നോക്കിയാൽ പോലെ എന്നും പറഞ്ഞിട്ട് ഇഷ്ടം പോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവൻ ബ്ലോക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ സുഹോ പറയുന്നുണ്ട്, ഒരു റെഡ് നെയിമല്ലേ, ഞാൻ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം നോക്കാം. എന്തായാലും ഞാൻ എണ്ണം കൂട്ടാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം സോഴ്സാണ് അവൻ്റെ നേരെ വിടുന്നത്. പക്ഷേ അതെല്ലാം അവൻ വളരെ സിമ്പിളായിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ബെറുവും പറയുന്നുണ്ട്, റൂളേഴ്സ് അതോറിറ്റി അത് യങ് ഒരു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ അതിലുപരി ഇവൻ എന്തൊക്കെ ചെയ്തിട്ടും അവനെല്ലാം അത് ബ്ലോക്ക് ചെയ്യുന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. എന്നാൽ പെട്ടെന്ന് അവൻ ആ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ട് സുഹുനെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സുഹുൻ്റെ കയ്യിലുണ്ടെന്ന വെപ്പൺ ഒരൊറ്റ അറ്റാക്കിൽ തന്നെ പൊട്ടിപ്പോയി. ഒരു ഗോബ്ലിൻ്റെ വെപ്പൺ ഒറ്റ അറ്റാക്കിൽ പൊട്ടിപ്പോയി. അതിനർത്ഥം എനിക്ക് അവനെ നിലവിലൊന്നും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരൊറ്റ അറ്റാക്ക് മതി, നേരത്തെ പോലെ തന്നെ ഒരൊറ്റ അറ്റാക്കിൻ്റെ മേത്ത് കൊണ്ടാൽ ഞാനിവിടെ ഉറപ്പായിട്ടും മരിക്കും. എടാ നായേ, നീയും ഷാഡോ മൊണാർക്കിനെ പോലെ തന്നെയാണല്ലോ, ഷാഡോ സോൾജേഴ്സിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുവാണ്. ഇത് കേൾക്കാൻ നേരത്ത് സുഹോയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ അറിയാത്തവരെ പറ്റി ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും സുഹോ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല ഇപ്പം അവനോട്ട് അടുത്ത് പോയി ഫൈറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാനിനി എന്ത് ചെയ്യും? എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണണമല്ലോ. അല്ല ബെറു, ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റിയെങ്കിലും എൻ്റെ സ്ട്രെങ്ത് എന്താണ് തിരിച്ചു കിട്ടാത്തത്? അത് മറ്റൊരു കാര്യമാണ്. താങ്കൾ ഒരു കുഞ്ഞായിരുന്നപ്പോഴാണ് താങ്കളുടെ പവേഴ്സ് താങ്കളുടെ ടാലൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് താങ്കൾ റിക്കവർ ചെയ്യുന്നത് താങ്കളുടെ പവർ മാത്രമല്ല, പകരം ടാലൻറ്റ് കൂടിയാണ്. സോ ആ ഒരു ടാലൻറ്റിനുള്ള ടെസ്റ്റ് ആയിരുന്നു അത് ഡ്രീമോ അല്ലായിരുന്നു, റിയാലിറ്റി അല്ലായിരുന്നു. സോ അത് ഗെയിമാണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, താങ്കൾ ടവർ ക്ലൈം ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് അതെല്ലാം ഓർത്തോ? ആ ഫൈറ്റിംഗ് സ്പിരിറ്റും സെൻസസും എല്ലാം താങ്കൾക്ക് ഇന്ന് ഓർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചാൻസ് കാണും. ശരിയാണ്, ആ സെൻസസാണ് എനിക്ക് തിരിച്ചു കിട്ടേണ്ടത്. പക്ഷേ ഞാൻ ടവറിൽ ഫൈറ്റ് ചെയ്ത് കൂടുതലും അഗ്രസീവായിട്ടായിരുന്നു. എനിക്ക് അന്നത്തെ പോലെ ഒരു ഗോങ്ക്ലെറ്റ്സ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു സുഹോയ്ക്ക് ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഷാഡോ സോൾജേഴ്സിൻ്റെ ബേസിക് പവർ എന്ന് പറയുന്നത് അവർക്ക് എത്ര വേണമെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ആലോചിച്ചത്, ബെറുവിന് എപ്പം വേണമെങ്കിലും അവൻ്റെ രൂപം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തൻ്റെ ഷാഡോ സോൾജേഴ്സിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. ഇത് കാണാൻ നേരത്ത് അവന് ദേഷ്യം വരുന്നുണ്ട്, നീ വീണ്ടും ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ പോകുവാണോ? പക്ഷേ അടുത്ത സെക്കൻഡിൽ അവനൊരു അറ്റാക്ക് ചെയ്യാൻ പോകാൻ നേരത്ത് തന്നെ ഈ ഷാഡോ സോൾജേഴ്സിൻ്റെ രൂപം മാറാൻ തുടങ്ങും. ആ രൂപമല്ല സുഹുൻ്റെ കൈകളിലേക്കാണ് പൊക്കൊണ്ടിരുന്നത്.
അടുത്തൊരു അറ്റാക്ക് അവൻ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഞെട്ടിപ്പോയി. കാര്യം സുഹോ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു പുതിയൊരു ഗോങ്ലെറ്റ്സ് യൂസ് ചെയ്ത്. സംഭവം കൊള്ളാം. എന്തായാലും ഇതിനൊരു പേര് വേണം. സ്റ്റീൽ ഫാങ്ഡ് ലൈക്കൺ, അതാണ് ഇതിൻ്റെ പേര്. അങ്ങനെ അത് അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി അവൻ 2 ഷാഡോ സോൾജേഴ്സിനാണ് യൂസ് ചെയ്തത്. അത് 2 ഫോം ചേഞ്ച് ചെയ്താണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ആ ഒരു അറ്റാക്ക് അവൻ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് നേരെ ഒന്നും നോക്കാതെ അവൻ്റെ നേരെ റഷ് ചെയ്യുകയാണ്. ഇഷ്ടംപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്ന ബെറു ഞെട്ടിത്തെറിച്ച് പോകും. ഒരു വെപ്പണിനെ പോലെയാണ് ഷാഡോ സോൾജേഴ്സ് അവൻ യൂസ് ചെയ്യുന്നത്. ഷാഡോ മൊണാർച്ച് ഇപ്പം മറ്റൊരു ലെവലിലാണ് ഉള്ളത്. പുള്ളിക്കാരന് എങ്ങനെ വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ യങ് മൊണാർച്ച് അത് തുടങ്ങിയതേ ഉള്ളൂ. ഷാഡോസിനെ പറ്റി പഠിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഉറപ്പാണ്, ഒരു കാര്യം എന്തൊക്കെ വന്നാലും ഉറപ്പാണ്. ഈ സമയത്ത് റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് അവൻ്റെ ബാക്കിൽ കൂടെ ഒരു അറ്റാക്ക് സുഹോ ചെയ്യുന്നുണ്ടായത്. അത് ചെയ്തിട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് അവൻ്റെ ശ്രദ്ധ അവിടേക്ക് പോകാൻ നേരത്ത് സുഹോ കണ്ടിന്യൂസ് ആയിട്ട് അവൻ്റെ വയറ്റ് നോക്കി ഒരു കീടിലൻ ഇടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇടി കാരണം അവൻ തീർച്ച് ദൂരത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ചാടിയിട്ട് ദേഷ്യം വന്നുകൊണ്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ സുഹോ തൻ്റെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് ഇഷ്ടം പോലെ വെപ്പൺസും ബാക്കിയുള്ളതെല്ലാം കൂടെ അവൻ്റെ നേരെ വെച്ചുകൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ആ ഒരു അറ്റാക്കിൽ അവൻ്റെ കൈ അങ്ങോട്ട് മുറിഞ്ഞു പോകും. അപ്പോൾ ബെറു പറയുന്നത് ശരിയാണ്, യങ് ലോഡ് ഒരു ട്രൂ പ്രോഡക്റ്റ് തന്നെയാണ്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, നാളെ മുതൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. അത് റിലീസ് ടൈമിന് ഞാൻ യൂട്യൂബിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് പോയി വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ടൈം പറയുക. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ടൈമിലായിരിക്കും നാളെ മുതൽ നമ്മൾ ഇനി വീഡിയോസ് റിലീസ് ആകാൻ പോകുന്നത്.